നമസ്കാരം. അങ്ങനെ 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ അവസാനിച്ചു. കലാശ പോരാട്ടത്തിൽ സ്പെയിൻ 1 ഗോളിന് അർജന്റീനയെ തോൽപ്പിച്ചു. അർജന്റീന ഫാനാണ് കേട്ടോ. എൻ്റെ ഇഷ്ട ടീം അർജന്റീനയാണ്. നല്ല കളിക്കാരൻ മെസ്സിയുമാണ്. എന്ത് തന്നെയാലും അതുകൊണ്ടെങ്കിൽ ഒളിച്ചോടി പോകത്തുന്നില്ല. തോൽവിയും ജയവും ഒക്കെ ഇതിനെ ഫുട്ബോളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇതിനെ ജാതീതമായി കാണുന്ന കുറേയധികം മനുഷ്യരുണ്ട് സോഷ്യൽ മീഡിയയിൽ. കാരണം ഈ സാമ്പാർ കൂട്ടങ്ങളുണ്ട്. എല്ലാം തോറ്റുപോയ ടീം എല്ലാം കൂടെ കൂടിയിട്ട് ശരിക്കും ഈ അർജന്റീന വിരോധികൾ എന്ന് പറയാം. എന്തായാലും കുറേ ആൾക്കാർ പറയുന്നത് പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള മത്സരമായിരുന്നു, അതിൽ പലസ്തീൻ ജയിച്ചു, ഇസ്രയേൽ തോറ്റു എന്നൊക്കെയാണ്. ഇതിനൊക്കെ ഏത് രീതിയിലാണ് നമുക്ക് മറുപടി പറയാൻ കഴിയും? എന്തായാലും നിങ്ങളുടെ ഈ രീതിയിൽ സംസാരിച്ചോളൂ. എന്ത് തന്നെയാലും ഒരു കാര്യം പറയാം, നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. റഫറി ഈ അർജന്റീനയ്ക്കൊപ്പമായിരുന്നു, മെസ്സിക്കൊപ്പമായിരുന്നു, അതുകൊണ്ട് സെമി ഫൈനൽ വരെ എത്തി എന്ന് പറയുന്നവരോടും ഫൈനലിൽ റഫറി ഉണ്ടായിട്ട് പോലും സ്പെയിൻ ജയിച്ചു എന്ന് പറയുന്നവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ബാഴ്സലോണയിൽ കുറച്ചധികം കളിക്കാർ ഒരുമിച്ച് കൂടി കളിച്ചു എന്ന് മാത്രമാണ് ഇതിനെ പറയാനുള്ളത്. പക്ഷേ സ്പെയിൻ്റെ കളിയെ വില കുറച്ച് കാണുന്നില്ല, പാക്ക കളി തന്നെയായിരുന്നു. എന്തായാലും ഞാൻ ഇങ്ങനെ കിടന്ന് ജാതീതമായി കാണുന്ന മനുഷ്യരോട് അല്ലെങ്കിൽ മലയാളികളായ ഇന്ത്യക്കാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പാകിസ്ഥാനോടൊപ്പം നിൽക്കുമോ ഇന്ത്യക്കൊപ്പം നിൽക്കുമോ? കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന പലസ്തീനെ പൂർണ്ണമായിട്ടും യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ യോജിക്കുന്ന ഒരു രാജ്യമാണ് പലസ്തീന്. ഒപ്പം തന്നെയാണ് പാകിസ്ഥാൻ. എന്നാൽ ഇന്ത്യ അങ്ങനെയല്ല, അതിനെ എതിര് നിൽക്കുകയും എന്നാൽ പല സമയത്ത് ഒന്നുമല്ലാതെ നിൽക്കുന്നതുമാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആരെയായിരിക്കും ശരിക്കും? കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് തന്നെയാലും ഈ സാമ്പാർ കൂട്ടങ്ങളോടും മറ്റുള്ളവരോടൊക്കെ പറയാനുള്ള ഒന്നേ ഉള്ളൂ, അർജന്റീന ആദ്യമായിട്ടല്ല തോൽക്കുന്നത്. അർജന്റീന തോറ്റൊരു കപ്പിന് വേണ്ടി കാത്തിരുന്ന ഒരുപാട് കാലങ്ങളുണ്ട് ചങ്ങാതി. അതിനുശേഷം കപ്പുകൾ നേടുകയും മെസ്സിയുടെ നേതൃത്വത്തിൽ വേൾഡ് കപ്പൊക്കെ നേടിയ ചെയ്ത ടീമാണ്. ഇനിയും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയാണ്. തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അർജന്റീന ടീം തന്നെയാണ്, അർജന്റീന ഫാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ, ബൈ ബൈ. എന്ത് തന്നെയായാലും ക്രിക്കറ്റിൽ പാകിസ്ഥാനും ഇന്ത്യയും കളിക്കുമ്പോൾ ആർക്കൊപ്പമാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ബൈ ബൈ.